ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ എക്സാമായ ഇൻ്റഗ്രേഷൻ അഥവാ ഉത്ക്രഥനം എന്ന പരീക്ഷയുടെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിനായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം മിസ് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ മക്കളെല്ലാവരും റെഡിയാണല്ലോ. അപ്പോൾ റെഡി ആയിട്ടുള്ള കൂട്ടുകാർ വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കളെ. ഓക്കെ, അപ്പം നമ്മുടെ ഉത്ക്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പാഠാവലി അഥവാ നമ്മുടെ മലയാളം ടെക്സ്റ്റ് പുസ്തകവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ. നമുക്ക് 2 ദിവസങ്ങളിലായിട്ടാണ് ഉത്ക്രഥനം എക്സാം നടക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോയാലോ. നോക്കിക്കേ, വായിക്കാം, പാടാം, എഴുതാം, പൂവിനെ കുറിച്ച് പാടൂ. നമുക്കവിടെ ഒരു 4 വരി പാട്ട് തന്നിട്ടുണ്ട്. പൂവിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. നോക്കിക്കേ, പല നിറത്തിൽ ടിയ ടിയ, പല മണത്തിൽ ടിയ ടിയ, വണ്ടിൻ്റെ കൂട്ടുകാർ ടിയ ടിയ, ചെടിയിൽ വിരിയുന്നു ടിയ ടിയ. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് മക്കളെ? പൂവിനെ കുറിച്ചാണല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്? പല നിറത്തിലുണ്ട്, പല മണത്തിലുണ്ട്, അതുപോലെ വണ്ടിൻ്റെ കൂട്ടുകാരനാണ്, പിന്നെ ചെടിയിൽ വിരിയുന്നു എന്നിങ്ങനെ തുടങ്ങിയിട്ടൊക്കെ പൂവിനെ കുറിച്ചിട്ടാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതുപോലെ പൂമ്പാറ്റയെ കുറിച്ചിട്ട് കൂട്ടുകാരടുത്ത് സ്വയം അവിടെ ഇതുപോലൊരു 4 വരി പാട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂവിനെ കുറിച്ച് എഴുതിയ പോലെ തന്നെ മക്കൾ എഴുതിയാൽ മതി. നോക്കിക്കേ മക്കളെ, നമുക്ക് പൂമ്പാറ്റയെക്കുറിച്ച് എന്തൊക്കെ എഴുതാം? പല നിറത്തിൽ ടിയ ടിയ, ചിറകു വിരിച്ച് ടിയ ടിയ, പൂവിൻ കൂട്ടുകാരി ടിയ ടിയ, തോട്ടത്തിൽ പറക്കും ടിയ ടിയ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി വേണമെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ളത് പോലെ തന്നെ എഴുതാവുന്നതാണ്. നമുക്കവിടെ പല നിറത്തിൽ ടിയ ടിയ എന്ന് പറഞ്ഞിട്ടാണ് ആരെക്കുറിച്ച് തന്നിട്ടുള്ളത്? പൂവിനെക്കുറിച്ച് തന്നിട്ടുള്ളതല്ലേ. പൂമ്പാറ്റയാണെങ്കിൽ പല നിറത്തിൽ കാണുമല്ലോ മക്കളെ. അപ്പം നിങ്ങൾക്ക് ആ വരി തന്നെ എഴുതാം. പല നിറത്തിൽ ടിയ ടിയ എന്നുള്ളത് എഴുതാം. പറഞ്ഞത് മനസ്സിലായോ? പിന്നെ നമുക്ക് എന്താ തന്നത്? പല മണത്തിൽ ടിയ ടിയ എന്നാണ് തന്നിട്ടുള്ളത്. അതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതി? ചിറക് വിരിച്ച് ടിയ ടിയ എന്നുള്ളത് എഴുതിയില്ലേ. പിന്നെ വണ്ടിൻ്റെ കൂട്ടുകാരൻ ടിയ ടിയ. ആരെ കൂട്ടുകാരനാണ്? വണ്ടിൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ പൂമ്പാറ്റയെക്കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതാമല്ലേ, പൂവിൻ്റെ കൂട്ടുകാരൻ ടിയ ടിയ എന്നുള്ളത് എഴുതാം. പിന്നെ നമുക്ക് എന്താണ് പറയുന്നത്? ചെടിയിൽ വിരിയുന്നു ടിയ ടിയ. അത് മാറ്റിയിട്ട് ചെടിയിലിരിക്കും ടിയ ടിയ എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നിങ്ങൾ അവിടെ എന്ത് എഴുതേണ്ടത്? പാട്ടിലോട്ട് വരികൾ ചേർത്ത് എഴുതേണ്ടത്. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഴയൻ പുഴു പട്ടിക പൂർത്തിയാക്കാം. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് കുറേ ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അവയെ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാലില്ലാത്തവ, അതുപോലെ തന്നെ 4 കാലുള്ള ജീവികൾ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ മക്കൾ എന്ത് ചെയ്യണം? അവിടെ തന്നിട്ടുള്ള ജീവികളുടെ പേരുകൾ പട്ടികയിൽ എഴുതണം. നോക്കിക്കേ മക്കളെ, നമുക്കവിടെ പശു, അതുപോലെ തന്നെ 8 കാല്, മുയൽ, പാമ്പ്, അതുപോലെ തന്നെ നായ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ കാലില്ലാത്തവ ആരൊക്കെയാണ് മക്കളെ? നമ്മുടെ ഒച്ചും പാമ്പുമാണ് കാലില്ലാത്തവയിൽ ഉൾപ്പെടുന്നത് അല്ലേ. ഇനി 4 കാലുള്ളവയിൽ പശുവുണ്ട്, മുയലുണ്ട്, തവളയുണ്ട്, നായൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. 6 കാലുള്ളതിലാണ് തേനീച്ചയും ഉറുമ്പും ഉൾപ്പെടുന്നത്. ഇനി ഒത്തിരി കാലുള്ളവയിലാണ് 8 കാലി, അതുപോലെ തന്നെ തേരട്ടയാണ്. 8 കാലി, തേരട്ട, അതുപോലെ തന്നെ ഞണ്ട്, പഴുതാര തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ ഒത്തിരി കാലുള്ളവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇതുപോലുള്ളൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം മക്കളൊന്ന് നോക്കി വെച്ച് പോയാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത മക്കളുടെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ, അതായത് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നമുക്ക് അതിന് ഫീ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ ഓരോ
ക്ലാസ്സിന് ശേഷവും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വിസുകളും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വളരെ ചെറിയൊരു തുകയ്ക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമേ ആയിട്ട് നമ്മൾ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾക്ക് ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കൂട്ടുകാർക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഇനിയിപ്പോൾ എഴുത്തിനും വായനയ്ക്കും ഒക്കെ കുറച്ച് പ്രയാസം നേരിടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളവും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സെപ്പറേറ്റ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ LKG UKG ക്ലാസ്സിലേക്ക് പോകുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷത്തേക്ക് നിങ്ങളുടെ LSS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് LSS എക്സാം എഴുതാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കായിട്ട് നേരത്തെ നമ്മൾ LSS ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തോ. എല്ലാവർക്കും ഒരേ ഫീസാണ് നമ്മൾ മേടിക്കുന്നത്, അധികമൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. നോക്കിക്കാം മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. എന്തെല്ലാം പറഞ്ഞിരിക്കാം? സംഭാഷണം എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ ഋതികയും മുത്തശ്ശിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മുടെ ഋതികയുടെ ഒരു കൂട്ടുകാരിയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഋതിക അവളുടെ മുത്തശ്ശിക്ക് അവളുടെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തുന്നൊരു സംഭാഷണമാണ് പൂർത്തീകരിച്ച് എഴുതാനായിട്ടുള്ളത്. നോക്കിക്കേ, അവിടെ ഒരു വരി നമ്മുടെ ഋതിക പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? മുത്തശ്ശി ഇത് ആരാണ് എന്ന് മനസ്സിലായോ? അപ്പോൾ മുത്തശ്ശി പറയാണ് ഇല്ല. ഓക്കെ, അതിനുശേഷം പിന്നീട് അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നതാണ് മക്കൾ അവിടെ കംപ്ലീറ്റ് ചെയ്ത് എഴുതേണ്ടത്. നോക്കിക്കേ മക്കളെ, അപ്പോൾ ഋതിക ചോദിക്കുകയാണ് എന്താ, മുത്തശ്ശി ഇതാരാണ് എന്ന് മനസ്സിലായോ? മുത്തശ്ശി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇല്ല. നോക്കിക്കേ, അപ്പം ഋതിക എന്ത് പറയും? ഇതെൻ്റെ കൂട്ടുകാരിയാണ്. എന്താണ് പറയുക? ഇതെൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറയില്ലേ. അപ്പം മുത്തശ്ശി എന്ത് ചോദിക്കും മക്കളെ? അതെയോ, എന്താണ് ഇവളുടെ പേര്? എന്താ ചോദിക്കുക? ഇത് നിൻ്റെ കൂട്ടുകാരിയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അവളുടെ പേര്? സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയാണല്ലേ മുത്തശ്ശി, നമ്മളിപ്പം ഏതെങ്കിലും കൂട്ടുകാരിയൊക്കെ കൊണ്ടിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മറ്റു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ചോദിക്കില്ല, ഇത് ആരാണ്, എന്താണ് അവളുടെ പേര്, എവിടെയാണ് വീട്, മോളുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കില്ല. അപ്പം അത്തരത്തിൽ തന്നെയാണ് മുത്തശ്ശിയും ഇവരോടത്ത് സംസാരിക്കുന്നത്. നോക്കിക്കേ, അപ്പം മുത്തശ്ശി എന്ത് ചോദിച്ചിട്ടുണ്ട്? അതെയോ, എന്താണ് ഇവളുടെ പേര് എന്ന് ചോദിച്ചു അല്ലേ. അപ്പം ഋതിക എന്ത് പറഞ്ഞു? മിനിക്കുട്ടി എന്നാണ്. പിന്നെ മുത്തശ്ശി എന്താ ചോദിക്കുന്നത്? എവിടെയാണ് മിനിക്കുട്ടിയുടെ വീട്? അപ്പം ഋതിക പറയാണ് കണ്ണാടിപ്പുഴയിലെ കരയിലാണ്. എന്താ പറഞ്ഞത്? കണ്ണാടിപ്പുഴയിലെ കരയിലാണ് ഋതികയുടെ വീട് എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശി പറയാണ് ശരി, എന്നാൽ നിങ്ങൾ കളിക്ക് എന്ന് പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. അപ്പം നോക്കിക്കുക മക്കളെ, നമ്മുടെ ഫൈനൽ എക്സാം ആണ്. അപ്പം നമുക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുണ്ടായിരിക്കും. കഥ എഴുതാനുണ്ടായിരിക്കും, പാട്ട് എഴുതാനുണ്ടായിരിക്കും, ഇതുപോലെ സംഭാഷണമൊക്കെ എഴുതാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? സംശയമുള്ള വാക്കുകളും അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് പോയാൽ നന്നായിരിക്കും. നമുക്ക് അക്ഷരത്തെറ്റിന് ഒരു മാർക്ക് കുറയ്ക്കും കേട്ടോ. അക്ഷരത്തെറ്റുണ്ടായാൽ അതിന് നമുക്ക് മാർക്ക് കുറയും. അപ്പോൾ മക്കൾ മാക്സിമം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്നുകൂടി വായിച്ച് നോക്കുക. എവിടെയെങ്കിലും അക്ഷരം തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് തിരുത്തി റെഡിയാക്കിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേര് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.